എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ലോകത്തെ ഒരുപാട് സ്വാധീനിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയെക്കുറിച്ചാണ്. അതാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം. എന്തുകൊണ്ടാണ് ഈയൊരു ഡോക്യുമെന്റ് ഇത്രയേറെ പ്രാധാന്യമർഹിക്കുന്നത്? ശരി, നമുക്ക് വിശദമായി തന്നെ നോക്കാം. മനുഷ്യകുടുംബത്തിലെ ഓരോ അംഗത്തിനുമുള്ള അന്തസ്സും തുല്യമായ അവകാശങ്ങളുമാണ് ലോകത്തിലെ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും അടിസ്ഥാനം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് വളരെ ശരിയാണല്ലോ എന്ന് നമുക്കിന്ന് തോന്നും, അല്ലേ? പക്ഷേ ഇതൊരു സാധാരണ ചിന്തയായിരുന്നില്ല. ഒരു കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഈ ഒരു ആശയം ഉടലെടുക്കുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എല്ലാം തകർന്ന് തരിപ്പണമായൊരു കാലം. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ പോയി, മനുഷ്യത്വത്തിന് ഒരു വിലയുമില്ലാതായ ഒരു സാഹചര്യം. അവിടെ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോകാൻ ഒരു പുതിയ മാർഗം അത്യാവശ്യമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനുമപ്പുറമായിരുന്നു. പ്രത്യേകിച്ച് ഹോളോകോസ്റ്റ് പോലുള്ള അതിക്രൂരമായ സംഭവങ്ങൾ ലോകത്തിന്റെ മനസാക്ഷിയെ തന്നെ പിടിച്ചുലച്ചു. അപ്പോഴാണ് ലോക നേതാക്കൾക്കൊരു കാര്യം മനസ്സിലായത്: ഇനി ഒരിക്കലും ഇതുപോലൊന്ന് ആവർത്തിക്കരുത്. അതിന് ഓരോ മനുഷ്യന്റെയും അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് ഒരു ആഗോള സംരക്ഷണം വേണം. ഈയൊരു തിരിച്ചറിവ് വന്നതോടെ കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മുന്നോട്ടു പോയത്. 1945 ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൽ മനുഷ്യാവകാശങ്ങളെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയാണ് ആ അവകാശങ്ങളെന്ന് കൃത്യമായി പറഞ്ഞിരുന്നില്ല. എന്നാൽ അവിടെ നിന്ന് വെറും 3 വർഷം കൊണ്ട് 1948 ആയപ്പോഴേക്കും ലോകം ഒരുമിച്ചു നിന്ന് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന ആ വലിയ രേഖ അംഗീകരിച്ചു. അങ്ങനെ യുദ്ധത്തിന്റെ ചാരത്തുനിന്ന് ലോകത്തിനു മുന്നിലൊരുത്തരമായി, ഒരു പുതിയ പ്രതീക്ഷയായി സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നു. ഇത് വെറുമൊരു കടലാസ് മാത്രമായിരുന്നില്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഒരു പ്രത്യാശയുടെ പ്രതീകം കൂടിയായിരുന്നു അത്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഈ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം? കേൾക്കുമ്പോൾ വലിയൊരു നിയമം പോലെയൊക്കെ തോന്നാം, അല്ലേ? പക്ഷേ സത്യത്തിൽ ഇതൊരു നിയമമല്ല. അതായത് ഒരു രാജ്യത്തെയും ഇത് പാലിക്കാൻ നിർബന്ധിക്കാൻ പറ്റില്ല. പകരം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും പിന്തുടരാൻ കഴിയുന്ന ഒരു ധാർമ്മിക വഴികാട്ടിയാണിത്. ഈ പ്രഖ്യാപനത്തിൽ ആകെ 30 അനുച്ഛേദങ്ങളാണുള്ളത്. ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ കിട്ടേണ്ട അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ജീവിക്കാനുള്ള അവകാശം മുതൽ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, സ്വന്തമായി അഭിപ്രായം പറയാനുള്ള അവകാശം, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, അങ്ങനെ ഒരു വ്യക്തിക്ക് അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടതെല്ലാം ഇതിലുണ്ട്. ഇതിന്റെ ഒരു ഘടന വളരെ ചിട്ടയോടുകൂടിയതാണ്. വെറുതെ കുറേ കാര്യങ്ങൾ എഴുതിവെച്ചതല്ല. ആദ്യം എല്ലാ മനുഷ്യരും തുല്യരാണെന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് തുടങ്ങുന്നു. പിന്നെ ഓരോ വ്യക്തിയുടെയും രാഷ്ട്രീയവും പൗരപരമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങളിലേക്ക് കടക്കുന്നു. അവസാനം നമുക്കുള്ള അവകാശങ്ങളെപ്പോലെ തന്നെ നമുക്ക് ചില കടമകളുണ്ടെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ശരി, ഇതൊരു നിയമമൊന്നുമല്ല, വെറുമൊരു പ്രഖ്യാപനം മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടും ഈ ഒരൊറ്റ രേഖ ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ ശരിക്കും അവിശ്വസനീയമായിരുന്നു. അതിന്റെ സ്വാധീനം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതായിരുന്നു. ഇതാണിതിലെ ഏറ്റവും രസകരമായ കാര്യം. ഇതിന് നിയമപരമായ ഒരു പിൻബലവുമില്ലായിരുന്നെങ്കിലും അതിനൊരു മോറൽ പവർ, ഒരു ധാർമ്മിക ശക്തിയുണ്ടായിരുന്നു. ആ ശക്തിയാണ് പിന്നീട് നിയമപരമായ ഒരുപാട് ഉടമ്പടികൾക്ക് വഴിവെച്ചത്. ഉദാഹരണത്തിന് ICCPR, ICESCR പോലുള്ള നിർബന്ധമായും പാലിക്കേണ്ട അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വന്നത്. ഇവയെല്ലാം ചേർന്നാണ് നമ്മൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബിൽ എന്ന് പറയുന്നത്. ഇതിന്റെ സ്വാധീനം നിയമങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല കേട്ടോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സാധാരണ മനുഷ്യർക്ക് ഇതൊരു വലിയ ഊർജമായി, ഒരു ആയുധമായി മാറി. അമേരിക്കയിലെ പൗരാവകാശ സമരങ്ങൾ തൊട്ട് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ വരെ, എന്തിനേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കും ഈ പ്രഖ്യാപനം ഒരു മുതൽക്കൂട്ടായി. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ തോന്നാം ഇതൊരു പെർഫെക്റ്റ് ഡോക്യുമെന്റ് ആണെന്ന്. പക്ഷേ അങ്ങനെയല്ല. എല്ലാത്തിനുമുള്ളതുപോലെ ഇതിനും ചില പരിമിതികളും വിമർശനങ്ങളുമുണ്ട്. അതെന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും 2 വിമർശനങ്ങളാണ് ഇതിനെതിരെ വരാറുള്ളത്. ഒന്നാമത്തേത്, ഇതിലെ ആശയങ്ങളിൽ ഒരു പാശ്ചാത്യ ചായ്വുണ്ടെന്നും ലോകത്തുള്ള മറ്റു സംസ്കാരങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്നും ചിലർ വാദിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, ഇത് നടപ്പിലാക്കാൻ ഒരു ഗ്ലോബൽ പോലീസ് പോലെ ശക്തമായ സംവിധാനമില്ലാത്തതുകൊണ്ട് പല രാജ്യങ്ങളും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിനെ അവഗണിക്കുന്നുവെന്നതാണ്. ഈ ചർച്ചകളൊക്കെ ഇന്നും സജീവമായി നടക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ഇപ്പോഴും
75 വർഷം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഇത്ര പ്രസക്തമായി തുടരുന്നത്? നമുക്ക് നോക്കാം. കാരണം ഇതൊരു പഴയ പുസ്തകത്തിൽ ഉറങ്ങുന്ന ഒരു ചരിത്രരേഖയല്ല, ഇതിന്നും ജീവിക്കുന്ന, നമ്മളെ മുന്നോട്ടു നയിക്കുന്ന ഒരു വഴികാട്ടിയാണ്. കാലം മാറുമ്പോൾ പുതിയ പുതിയ വെല്ലുവിളികൾ വരുമല്ലോ, അതിനെയൊക്കെ നേരിടാൻ ഈ പ്രഖ്യാപനം നമ്മളെ സഹായിക്കുന്നു. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഇന്നത്തെ ലോകം തന്നെയാണ്. നമ്മുടെയൊക്കെ ഫോണിലെ ഡിജിറ്റൽ പ്രൈവസി, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശരിയും തെറ്റും, അതുമല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഈ പുതിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ 75 വർഷം പഴക്കമുള്ള തത്വങ്ങളാണ്. കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്നോ എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ ശക്തി. അപ്പോൾ ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ടാണ്. 75 വർഷമൊക്കെ കഴിഞ്ഞ് ഇത്രയേറെ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്ന നമ്മുടെ ഈ ലോകത്ത് ഒരു സാർവത്രിക അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പുതിയ ടെക്നോളജിയും സംസ്കാരങ്ങളും വരുമ്പോൾ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മാറേണ്ടതുണ്ടോ? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ്. നന്ദി.